പരിപ്പ് വട റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് കടലപ്പരിപ്പ് നന്നായിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട്. ഒരു 5-6 മണിക്കൂറോളം കുതിർത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കുറച്ച് കുറച്ചായിട്ട് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ അരച്ചെടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് കുറച്ചായിട്ട് അരച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. എല്ലാം കൂടെ ഒരുമിച്ചിടുമ്പോൾ അരയാനായിട്ട് ഇത്തിരി പണിയാണ്. നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പിൽ നിന്ന് ഒരു പിടി അരയ്ക്കാണ്ട് മാറ്റി വെച്ചിട്ട് നമ്മളിത് മാവൊക്കെ കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പരിപ്പ് വട ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാനായിട്ട് കിട്ടും. സവോള, ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ അരിഞ്ഞെടുത്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ മിക്സാക്കി കഴിഞ്ഞാൽ പിന്നെ പരിപ്പ് വട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ സവോളയിൽ ഇരുന്നിട്ട് വെള്ളം ഇറങ്ങി കുളമായി പോവും. നമ്മൾ എപ്പോഴാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് തന്നെ എല്ലാം ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ അതിലേക്ക് ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തു. ഇതിൽ ചേർക്കാനായിട്ട് കുറച്ച് ഉണക്കമുളകും കൂടി റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അത് കുരു കളഞ്ഞിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ, അല്ലെങ്കിൽ അത് എരി കൂടി പോവും. പിന്നീട് നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് മാത്രം കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. റെഡിയാക്കി വെച്ച് ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. സ്നാക്സ് ഐറ്റത്തിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണല്ലോ പരിപ്പ് വട. നമ്മൾ കുതിർത്തി വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി നന്നായിട്ട് ഓയിൽ ചൂടാക്കിയിട്ട് നമുക്ക് ഷേപ്പിന് ഇത് പരത്തിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് തിരിച്ചും മറിച്ചും കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് കളറൊക്കെ കുറച്ച് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് വട റെഡി ആയിട്ടുണ്ട്.